ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ് ലൂം ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ബൈ ടി.എസ്. ആദർ. നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് പാർട്ട് 1 ആണ് ഈ വീഡിയോ. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ പാർട്ട് 2-ൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ഭാഗത്തെ ഡിസ്കഷനും അതുപോലെ തന്നെ ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളുക. സംടൈംസ് simple actions have a greater and more lasting impact than grandiose gestures. Do you agree? അതായത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ചെറിയ നല്ല പ്രവൃത്തികൾ ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ ആഴത്തിലുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Can you recall an incident where a simple act made a meaningful difference? നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ഒരു ചെറിയ സഹായമോ നല്ല പ്രവൃത്തിയോ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു അനുഭവം ഓർമ്മയുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ക്ലാസ്. അത് ക്ലാസ്സിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഈ ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ബൈ ടി.എസ്. ആദർ. മീറ്റ് ദി ഓദർ. അപ്പം നമുക്ക് ഇതിൻ്റെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. T.S. Adar, 1809 to 1885, was an American editor and writer known for morally instructive fiction and essays. അപ്പം ഇദ്ദേഹം ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളെയും നല്ല ജീവിത പാഠങ്ങളെയും നൽകുന്ന കഥകളും ലേഖനങ്ങളും എഴുതിയത് കൊണ്ടാണ് ഇദ്ദേഹം പ്രശസ്തനായത്. He belonged to a period of reform, a time when literature addressed social issues such as temperance, poverty, മൊറാലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സമൂഹത്തിലെ മദ്യപാനം, ദാരിദ്ര്യം, അതുപോലെ ധാർമ്മികത, സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആക്ച്വലി അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹിസ് പോപ്പുലർ വർക്ക് 10 Nights in a Bar Room. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് 10 Nights in a Bar Room. ബ്രോട്ട് ഹിം വൈഡ് റെക്കഗ്നിഷൻ. അപ്പം ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹത്തിന് വ്യാപകമായ ഒരു പ്രശസ്തി ലഭിച്ചത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. Idleness, vice and intemperance had done their miserable work, and the dead mother lay cold and still amid her wretched children. അതായത് മടിയും ദുശീലങ്ങളും മദ്യപാനവും അവളുടെ ജീവിതം നശിപ്പിച്ചു. മരിച്ച അമ്മ തൻ്റെ ദരിദ്രരായ മക്കളുടെ നടുവിൽ അനങ്ങാതെ കിടന്നു. She had fallen upon the threshold of her own door in a drunken fit and died in the presence of her frightened little ones. അതായത് മദ്യലഹരിയിൽ സ്വന്തം വീടിൻ്റെ വാതിൽപ്പടിയിൽ വീണ അവൾ ഭയന്നു നിന്ന ചെറിയ മക്കളുടെ മുന്നിൽ വെച്ചാണ് മരിച്ചത്. അപ്പോൾ ഒരമ്മയുടെ മരണകാര്യമാണ് പറയുന്നത്. ചിത്രത്തിൽ നോക്കിക്കൊള്ളുക, നിങ്ങൾക്കത് മനസ്സിലാവും. ഡെത്ത് ടച്ചസ് ദി സ്പ്രിംഗ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി. അതായത് മരണം എല്ലാവരുടെയും മനുഷ്യത്തെ ഉണർത്തുന്നു. This woman had been despised, scoffed at, and angrily denounced by nearly every man, woman and child in the village. അതായത് ഈ സ്ത്രീയെ ഗ്രാമത്തിലെ മിക്ക പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വെറുക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. But now pity took the place of anger and sorrow of denunciation. അപ്പം എന്താണ്? എന്നാൽ ഇപ്പോൾ അവരുടെ കോപത്തിന് പകരം സഹതാപവും കുറ്റപ്പെടുത്തലിന് പകരവും ദുഃഖവും വന്നു. എന്തുകൊണ്ടാണ്? ആ മദ്യപാനിയായ അമ്മ മരിച്ചു. Neighbors went hastily to the old tumble-down hut, in which she secured little more than a place of shelter from summer heat and winter cold. അതായത് വേനലിലെ ചൂടിൽ നിന്നും ശൈത്യകാലത്തെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രമുള്ള ഒരു ചെറിയ അഭയസ്ഥലം മാത്രമായിരുന്നു ആ കുടില്, അതായത് അവരുടെ വീട്. Some with grave clothes for a decent interment of the body, and some with food for the half-starving children, 3 in number of these. അതായത് മറ്റു ചിലർ പാതി വിശപ്പിലായിരുന്ന 3 കുട്ടികൾക്ക് ഭക്ഷണവുമായിട്ടെത്തി. കുറച്ച് ചിലർ മൃതദേഹം മാന്യമായി സംസ്കരിക്കാൻ വേണ്ടി ഉള്ള വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നു. ഓഫ് ദീസ്, അതായത് ആ 3 കുട്ടികളിൽ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളുടെ കാര്യം പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ജോൺ ദി ഓൾഡസ്റ്റ്, a boy of 12, a stout lad able to earn his living by any farmer. അപ്പം മൂത്തവനായ ജോണിന് 12 വയസ്സായിരുന്നു.
അവൻ ആരോഗ്യമുള്ള ശക്തനായ ഒരു കുട്ടിയായിരുന്നു. അതായത് ഏത് കർഷകന്റെ അടുത്ത് ജോലി ചെയ്താലും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവനൊരു കഴിവുണ്ടായിരുന്നു. അവനത് കഴിയുമായിരുന്നു. Kate, between 10 and 11, bright and active, out of whom something clever might be made. അതായത് അടുത്ത ആളെ പറ്റി പറയാണ്. കേറ്റ് ആണ് അടുത്ത കുട്ടി. അതായത് 10 മുതൽ 11 വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു ആ കുട്ടിക്ക്. അവൾ എങ്ങനെയായിരുന്നു? ബുദ്ധിശാലിയും അതുപോലെ തന്നെ ഉത്സാഹവതിയും ഒക്കെ ആയിരുന്നു. അപ്പം നല്ല ആളുകളുടെ സംരക്ഷണവും മാർഗനിർദ്ദേശവും ഒക്കെ ലഭിച്ചാൽ അവൾ നല്ല നിലയിലെത്താനൊക്കെ കഴിവുള്ള ആളായിരുന്നു. If in good hands. But poor little Maggie, the youngest, was hopelessly diseased. എന്നാൽ ഏറ്റവും ഇളയ മാഗി, അപ്പം 3 കുട്ടികളാണ്, മൂന്നാമത്തെ കുട്ടി ഏറ്റവും ഇളയ മാഗി ഗുരുതരമായ അസുഖം ബാധിച്ച ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷ വളരെ കുറവായിരുന്നു. 2 years ago, a fall from a window had injured her spine. അതായത് 2 വർഷം മുമ്പ് ജനലിൽ നിന്ന് വീണപ്പോൾ അവളുടെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. ആർക്ക്? മാഗിക്ക്. ആൻഡ് ഷീ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ലീവ് ഹെർ ബെഡ് സിൻസ്. അതായത് അതിനുശേഷം അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എക്സെപ്റ്റ് വെൻ ലിഫ്റ്റഡ് ഇൻ ആംസ് ഓഫ് ഹെർ മദർ. അതായത് അമ്മ കൈകളിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് അവൾ കിടക്ക വിട്ടിരുന്നത്. അപ്പോൾ എപ്പോഴും കിടക്കയിലാണ്. അമ്മയായിരുന്നു അവളെ എന്ത് ചെയ്തിരുന്നത്? സഹായിച്ചിരുന്നത്. ആ അമ്മയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ കണ്ടു അല്ലേ? മരിച്ചു. വാട്ട് ഈസ് ടു ബി ഡൺ വിത്ത് ദി ചിൽഡ്രൻ? ദാറ്റ് വാസ് എ ചീഫ് ക്വസ്റ്റ്യൻ നൗ. ഈ കുട്ടികളെ എന്ത് ചെയ്യണം എന്നതായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും പ്രധാന ഒരു ചോദ്യം. ദി ഡെഡ് മദർ വുഡ് ഗോ അണ്ടർഗ്രൗണ്ട് ആൻഡ് ബി ഫോർഎവർ ബിയോണ്ട് ഓൾ കെയർ ഓർ കൺസേൺ ഓഫ് ദി വില്ലേജേഴ്സ്. മരിച്ച അമ്മയെ അടക്കം ചെയ്യും. അതിനുശേഷം ഗ്രാമവാസികളുടെ പരിചരണത്തിൻ്റെയോ അതേപോലെ തന്നെ ആശങ്കയുടെയോ ആവശ്യം അവൾക്കുണ്ടാകില്ല. ബട്ട് ദി ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ബി ലെഫ്റ്റ് ടു സ്റ്റാർവ്. എന്നാൽ കുട്ടികളെ വിശന്നു മരിക്കാൻ വിട്ടുകൂടാ. Considering the matter and talking it over with his wife, Farmer Jones said that he would take John. അപ്പം ഒരു അടുത്ത ക്യാരക്ടർ വരുന്നുണ്ട്, ഫാർമർ ജോൺസ് വരികയാണ്. അപ്പം കാര്യം ആലോചിച്ച ശേഷം ഭാര്യയുമായി സംസാരിച്ച്, അപ്പം കർഷകനായിട്ടുള്ള ജോണിനെ താൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കുട്ടികളെ ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജോണാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചിട്ട് ജോണിനെയല്ല നമ്മളുടെ അത് തന്നെ ജോണിനെ ഏറ്റെടുക്കാമെന്ന് അവർ വിചാരിക്കുന്നു. ജോൺസ് എന്ന ഫാർമർ ജോണിനെ ഏറ്റെടുക്കുന്നു. ഓക്കെ. മിസ്സസ് എലിസ്, who had been looking out for a bound girl, concluded that it would be charitable in her to make choice of Katie. സോ വീട്ടുജോലിക്കായി ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരുന്ന മിസ്സസ് എലിസ് എന്ത് ചെയ്തു? കേറ്റിയെ ഏറ്റെടുക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് തീരുമാനിച്ചു. അപ്പൊ കേറ്റിയെ ഏറ്റെടുക്കാൻ ആളായി, മൂത്ത കുട്ടിയെയും ഏറ്റെടുക്കാൻ ആളായി. ഈവൻ ദോ ഷി വാസ് ടു യങ് ടു ബി ഓഫ് മച്ച് യൂസ് ഫോർ സെവറൽ ഇയേഴ്സ്. അപ്പം അടുത്ത കുറച്ച് വർഷങ്ങളോളം അവളിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കില്ലെങ്കിലും, അപ്പൊ കൊച്ചുകുട്ടിയാണ്, കുറച്ച് നാളത്തേക്ക് അവളിൽ നിന്ന് കാര്യമായിട്ടുള്ള സഹായം കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് ഉപകാരമാകും എന്നാണ് ആ സ്ത്രീ വിചാരിച്ചത്. അതായത് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിക്കാമല്ലോ. I could do much better, I know, said Mrs. Ellis. എനിക്കിതിലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടാമായിരുന്നു എന്ന് മിസ്സിസ് എലിസ് പറഞ്ഞു. But as no one seems inclined to take her, I must act from a sense of duty. പക്ഷേ അവളെ ഏറ്റെടുക്കാൻ മറ്റാരും തയ്യാറല്ലാത്തതിനാൽ എൻ്റെ കടമയാണെന്ന് കരുതി ഞാനിത് ചെയ്യുന്നു. അപ്പം വീരവാദം മുഴക്കുകയാണ് മിസ്സിസ് എലിസ്. കേറ്റിയെ വേണം താനും, എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. I expect to have trouble with the child. ഈ കുട്ടിയെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. For she is an undisciplined thing used to have her own way. കാരണം അവൾക്ക് അച്ചടക്കമില്ല, സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ ശീലിച്ച കുട്ടിയാണ്. But no one said I will take Maggie. എന്നാൽ ഞാൻ മാഗിയെ ഏറ്റെടുക്കാം എന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ കുട്ടികളെ എന്താ സംഭവിച്ചത്? അമ്മ മരിച്ചതിന് ശേഷം 3 കുട്ടികളുണ്ട്. 2 കുട്ടികളെ ആൾക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായി. മൂന്നാമത്തെ കുട്ടി ഞാൻ പറഞ്ഞല്ലോ വയ്യാതെ കിടക്കുന്ന കുട്ടിയാണ്, അതിനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാവുന്നേ? സമൂഹത്തിന്റെ സ്വാർത്ഥതയും ശാരീരികമായി ബലഹീനരായിട്ടുള്ള ആൾക്കാരുള്ള അവഗണനയും ഒക്കെ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. Pitying glances were cast on her wan and
wasted foam and thoughts were troubled on her account. മെലിഞ്ഞ് ക്ഷീണിച്ച അവളുടെ ശരീരം കണ്ടപ്പോൾ എല്ലാവരും സഹതാപത്തോടെ നോക്കി. അവളെക്കുറിച്ച് അവർക്ക് ആശങ്കയും തോന്നി. Mothers brought cast of garments and removing her soiled and ragged clothes, dressed her in clean attire. അപ്പൊ അമ്മമാര് പഴയതെങ്കിലും നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവന്നു. അവളുടെ മലിനമായതും കീറിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി വൃത്തിയുള്ള വസ്ത്രങ്ങൾ എന്നിട്ട് കുട്ടിക്ക് ധരിപ്പിച്ചു കൊടുക്കുകയാണേ. The sad eyes and patient face of the little one touched many hearts, but none wanted a bedridden child. അപ്പം മാഗിക്ക് വേണ്ടി ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ തയ്യാറാണ്. ആ കുഞ്ഞിന്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകളും ക്ഷമയുള്ള മുഖവും പലരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. പക്ഷേ കിടപ്പിലായിരുന്ന ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. Take her to the poor house, said a rough man. അപ്പം അവളെ പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രം, അതാണ് പൂർ ഹൗസ്, ഈ ആശ്രയ കേന്ദ്രത്തെ കൊണ്ടാക്കില്ലേ, അതിലേക്ക് കൊണ്ടുപോകൂ, ഒരു പരുക്കൻ സ്വഭാവക്കാരൻ പറഞ്ഞു. റഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പരുക്കനായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ പറയണേ. Nobody is going to be bothered with her. അവളെ നോക്കാൻ ആരും തയ്യാറാകില്ല. The poor house is a sad place for a sick and helpless child, answered one. അപ്പം രോഗബാധിതയും നിസ്സഹായയുമായ ഒരു കുട്ടിക്ക് ഈ ഒരു പൂർ ഹൗസ് വളരെ ദുഃഖകരമായ സ്ഥലമാണ്. മറ്റൊരാളുടനെ അതിനെ ഏറ്റുപിടിച്ച് ഒരാൾ പറയാണ്. For your child or mine, said the other, lightly speaking. അപ്പം വേറൊരാൾ പറയാണ്, നിങ്ങളുടെ കുട്ടിക്കോ എൻ്റെ കുട്ടിക്കോ ആണെങ്കിൽ അത് ദുഃഖകരമായിരിക്കും എന്ന് ആ പുള്ളി പറയാണ്. But for this brat it will prove a blessed change. പക്ഷേ ഈ കുട്ടിക്ക് അതൊരു നല്ല മാറ്റമായിരിക്കും എന്ന് ഓരോരുത്തർ അഭിപ്രായം പറയാണ്. She will be kept clean, have healthy food and be doctored. അപ്പോൾ ആൾക്കാർ പറയാണ്, അവളെ വൃത്തിയായിട്ട് നോക്കും, നല്ല ഭക്ഷണമൊക്കെ പൂർ ഹൗസിൽ കൊണ്ടുപോയാൽ കിട്ടും, അതുപോലെ അവൾക്ക് നല്ല ചികിത്സയും, ഡോക്ടേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ചികിത്സയൊക്കെ കിട്ടും. which is more than can be said for her past condition. അപ്പോൾ അവൾ ഇതുവരെ ജീവിച്ച സാഹചര്യത്തെക്കാൾ അതൊക്കെ വളരെ മെച്ചമായിരിക്കും എന്നൊക്കെ പറയാണ്. There was reason in that, but still it didn't satisfy. അപ്പോൾ ആ വാക്കുകളിൽ സത്യം പറഞ്ഞാൽ യുക്തി ഉണ്ടായിരുന്നു, എന്നിരുന്നാലും അതെല്ലാവരുടെയും മനസ്സിനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ആളുകളൊക്കെ അമ്മ മരിച്ചതിന് ശേഷം കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള ഡിസ്കഷൻ നടത്തുകയാണേ. The day following the day of death was made the day of burial. അപ്പം അമ്മ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു, ബറി ചെയ്യാന്ന് പറഞ്ഞാൽ ശവസംസ്കാരമൊക്കെ നടത്തുകയാണ്. അടുത്ത് നോക്കാം. A few neighbors were at the miserable hovel, but none followed the cart as it bore the unhonored remains to its pauper grave. അപ്പൊ കുറച്ച് അയൽവാസികൾ ആ ദയനീയമായ കുടിലുണ്ടായിരുന്നു. എന്നാൽ ബഹുമാനമില്ലാതെ പാവപ്പെട്ടവരുടെ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയ വണ്ടിയെ ആരും അനുഗമിച്ചും ഇല്ല. Farmer Jones, after the coffin was taken out, placed John in his wagon and drove away, satisfied that he had done his part. അപ്പോൾ ശവപ്പെട്ടി പുറത്തെടുത്ത ശേഷം നമ്മുടെ കർഷകനായിട്ടുള്ള ജോൺസ് ഉണ്ടല്ലോ, അപ്പോൾ ജോണിനെ തൻ്റെ വണ്ടിയിൽ കയറ്റി യാത്രയായി. അപ്പോൾ ജോൺ മൂത്ത മകനാണ്, മൂത്ത മകനെ കയറ്റിയിട്ട് ജോൺസ് പോവുകയാണ്. തൻ്റെ കടമ പൂർത്തിയാക്കിയെന്ന സംതൃപ്തി അപ്പോൾ ജോൺസിന് അങ്ങ് തോന്നി. Mrs. Ellis spoke to Kate with a hurried air. Bid your sister goodbye. ഉടനെ മിസ്സിസ് എലിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, തിരക്കോടെ കേറ്റിനോട് പറയാണ്, നിന്റെ സഹോദരിയോട് യാത്ര പറയൂ. അപ്പോൾ കൊണ്ടുപോവാണ്, അടുത്ത കുട്ടിയെ കൊണ്ടുപോവാണ്. And drew the tearful children apart even before their lips had touched in a sobbing farewell. അപ്പോൾ കരഞ്ഞുകൊണ്ട് യാത്ര പറയാൻ അവർ പരസ്പരം ചുംബിക്കുന്നതിന് മുമ്പ് തന്നെ ആ കണ്ണീരിലായ കുട്ടികളെ എന്ത് ചെയ്തു, ഇവർ വേർപെടുത്തി. Hastily others went out, some glancing at Maggie and some resolutely refraining from a look until all had gone. അപ്പം മറ്റുള്ളവരും പെട്ടെന്ന് എന്ത് ചെയ്തു, പുറത്തുപോയി. ചിലർ മാഗിയെ ഒന്ന് നോക്കി, ചിലർ മനഃപൂർവ്വം അവളെ നോക്കാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ എന്ത് ചെയ്തു, എല്ലാവരും അങ്ങ് പോയി. She was alone. ഇപ്പോൾ മാഗി ഒറ്റയ്ക്കായി, പൂർണ്ണമായിട്ടും ആ കുട്ടി ഒറ്റയ്ക്കായി. Just beyond the threshold, Joe Thompson, the wheelwright, paused and said to the blacksmith wife, who was hastening off with the rest. അപ്പം വാതിൽപ്പടിയുടെ പുറത്ത് വെച്ചിട്ട് ഈ ചക്രങ്ങൾ നിർമ്മിക്കുന്ന ഒരാളാണ് ഈ ജോ തോംസൺ, ദാറ്റ് ഈസ് വീൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വന്ന് നിന്നിട്ട് മറ്റുള്ളവരോടൊപ്പം പെട്ടെന്ന് പോകുകയായിരുന്ന ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് എ ക്രൂവൽ തിങ് ടു ലീവ് ഹർ സോ. അപ്പം അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു പോകുന്നത് വളരെ
ക്രൂരമായിട്ടുള്ള കാര്യമാണെന്ന് ആര് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. Then take her to the poorhouse. She will have to go there, answered the blacksmith wife. അപ്പൊ ബ്ലാക്ക് സ്മിത്തിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവളെ പൂർ ഹൗസിലേക്ക് കൊണ്ടുപോകൂ. അവൾക്ക് അവിടെ പോവേണ്ടി വരും എന്ന് പറയാണ്. സ്പ്രിങ്ങിങ് away ആൻഡ് ലീവിങ് ജോ ബിഹൈൻഡ്. അപ്പൊ അതും പറഞ്ഞ് അവള് വേഗത്തിൽ അവിടെ നിന്നിട്ട് പോവാണ്. ജോ തോംസൺ മാത്രം അവിടെ നിൽക്കുകയാണ്. ഫോർ എ ലിറ്റിൽ വൈൽ ദ മാൻ സ്റ്റുഡ് വിത്ത് എ പസിൽ ദെയർ. അപ്പൊ കുറച്ചു നേരം ജോ തോംസൺ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തോടെ നിൽക്കുകയാണ്. Then he turned back and went into the hovel again. അപ്പൊ പിന്നീട് അദ്ദേഹം തിരിഞ്ഞ് വീണ്ടും ആ കുടിലിനുള്ളിലേക്ക്, HOVEL, ഹവൽ മീൻസ് ആ കുടിലിനുള്ളിലേക്ക് കയറി. മാഗി വിത്ത് പെയിൻഫുൾ എഫേർട്ട് ഹാഡ് റേസ്ഡ് ഹെർസെൽഫ് ടു an upright പൊസിഷൻ. അപ്പൊ വലിയ പ്രയാസപ്പെട്ട് മാഗി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. And was sitting on the bed, straining her eyes upon door out which all had just departed. അപ്പൊ എല്ലാരും പുറത്തു പോയ വാതിലിലേക്ക് തന്നെ അവള് ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. A vague terror had come into her thin white face. അപ്പൊ അവളുടെ മെലിഞ്ഞ വിളറിയ മുഖത്ത് വ്യക്തമായി പറയാനാവാത്ത ഒരു ഭയം എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്നു. Oh, Mr. Thompson, she cried out, catching her suspended breath. അപ്പൊ എന്താണ്? ഓ മിസ്റ്റർ തോംസൺ, ശ്വാസം മുട്ടിക്കൊണ്ട് അവള് ഇങ്ങനെ വിളിച്ചു പറയാണ്. ഡോണ്ട് ലീവ് മീ ഹിയർ ഓൾ അലോൺ. ദയവായി എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകരുതേ. അപ്പം ഈ ഭാഗത്ത് നിന്ന് മാഗിയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് എല്ലാവരും അവളെ ഉപേക്ഷിച്ചപ്പോൾ ജോ തോംസൺ മാത്രം അവളെക്കുറിച്ച് ആലോചിച്ച്, അതുകൊണ്ടാണ് ആ കുട്ടി എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകരുത് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കിനി ബാക്കി ഞാൻ അടുത്ത പാർട്ടിലായിരിക്കും ഇടുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ അതിനുശേഷം കിടക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ. അപ്പോൾ ചോദ്യം ഞാനൊന്ന് വായിക്കാം. The villagers disapproved of the mother when she was alive, but felt pity for her after her death. Why do you think their feelings changed? അതായത് അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഗ്രാമവാസികൾ അവളെ വെറുത്തിരുന്നല്ലോ. എന്നാൽ അവൾ മരിച്ച ശേഷം അവർക്ക് സഹതാപം തോന്നി. അവരുടെ വികാരം മാറാൻ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദ്യം. When the mother was alive, she was drunk and did not take care of her children. അപ്പോൾ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവൾ മദ്യപിക്കുകയും സ്വന്തം കുട്ടികളെ ശരിയായി നോക്കാതിരിക്കുകയും ചെയ്തു. This made the villagers angry and they disliked her. അപ്പം അതുകൊണ്ട് ഗ്രാമവാസികൾക്ക് അവളോട് ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. But after her death, they saw her poor children suffering and felt sorry for them. എന്നാൽ അവൾ മരിച്ച ശേഷം അവളുടെ നിസ്സഹായരായ കുട്ടികളുടെ ദുരവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ഒരു സഹതാപം തോന്നി. Death brings out kindness in people. അപ്പം മരണം മനുഷ്യരുടെ മനുഷ്യത്വത്തെയും കരുണയും ഉണർത്തുന്നു. They felt pity for the children and wanted to help them. അതിനാൽ അവർ കുട്ടികളോട് കരുണ കാണിക്കുകയും സഹായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ വേണം അതിന് ഉത്തരം എഴുതാനായിട്ട്. അടുത്ത ചോദ്യം. Mrs. Ellis offers to take Kate out of duty. Do you think we should help someone out of a sense of duty? Why? അതായത് മിസ്സിസ് എലിസ് കടമബോധം കൊണ്ടാണ് കേറ്റിയെ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കടമബോധം എന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? അതായത് നിങ്ങൾക്ക് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഡ്യൂട്ടി, അതായത് നിങ്ങളുടെ ഒരു കടമ കൊണ്ടുള്ള ഒരു ബോധം കൊണ്ട് നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണം, അത് നിങ്ങളുടെ കടമയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം. യെസ്, വി ഷുഡ് ഹെൽപ്പ് സമ്മൺ ഔട്ട് ഓഫ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി. അതായത് അതെ, കടമബോധത്തോടെ മറ്റുള്ളവരെ സഹായിക്കണം. ഡ്യൂട്ടി മീൻസ് ഫീലിംഗ് റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ് ആൻഡ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്. കടമബോധം എന്നത് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കി ശരിയായ കാര്യം ചെയ്യുന്നതാണ്. When we help out of duty, we do not expect anything in return. അപ്പോൾ എന്താണ്? അങ്ങനെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, പ്രതീക്ഷിക്കില്ല. It shows that we care and are good human beings. അപ്പം ഇത്തരത്തിലുള്ള സഹായങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കരുണയും നമ്മുടെ ഒരു നല്ല മനുഷ്യത്വവും ഒക്കെ കാണിക്കുന്നു. It also makes the world a better place. അപ്പം സമൂഹത്തെ കൂടുതൽ നല്ലതും സ്നേഹമുള്ളതുമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു എന്ന് നമുക്ക് എഴുതാം. A man says the poor house will be a blessed change for Maggie. Do you agree? Give reasons for your answer.
അതായത് ഒരു മനുഷ്യൻ മാഗിക്ക് പൂർ ഹൗസിൽ പോകുവാണെങ്കിൽ നല്ല മാറ്റം ആയിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം എഴുതുക. നോ, ഐ ഡോണ്ട് എഗ്രി. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് എഴുതാം. ദ poor house may give Maggie food, clean clothes and medical care, which is better than what she had earlier. എന്ന് പറഞ്ഞാൽ പൂർ ഹൗസിൽ മാഗിക്ക് നല്ല ഭക്ഷണവും വൃത്തിയുള്ള വസ്ത്രങ്ങളും ചികിത്സയും ഒക്കെ ലഭിച്ചേക്കാം. അത് അവളുടെ പഴയ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും, അല്ലേ? ബട്ട് ഇറ്റ് ഈസ് എ സാഡ് കോൾഡ് പ്ലേസ് വിത്ത് നോ ലവ് ഓർ ഫാമിലി. പക്ഷെ അത് എങ്ങനത്തെ സ്ഥലമായിരിക്കും? സ്നേഹമൊന്നും കാണില്ല, അതുപോലെ കുടുംബത്തിൻ്റെ കരുതലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. മാഗി ഈസ് എ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ് ഹു നീഡ്സ് കെയർ, അഫെക്ഷൻ ആൻഡ് എ കൈൻഡ് ഹോം. അപ്പം മാഗി എങ്ങനത്തെ ആളാണ്? ഒരു സ്നേഹവും പരിചരണവും ഒക്കെ നിറഞ്ഞ ഒരു വീട് പോലത്തെ ഒരു സ്ഥലമാണ് മാഗിക്ക് ആവശ്യം. എവറി ചൈൽഡ് ഡിസേർവ്സ് ലവ് ആൻഡ് പേഴ്സണൽ കെയർ, നോട്ട് ടു ബി സെൻറ്റ് അവേ ലൈക്ക് എ ബേർഡൻ. അപ്പം ഓരോ കുട്ടിക്കും ഒരു ഭാരമായി കാണപ്പെടാത്ത, അല്ലെങ്കിൽ സ്നേഹത്തോടെയും കരുതലോടെയും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പൂർ ഹൗസിലേക്ക് മാഗിയെ പോലെ ഒരാളെ വിടുന്നത് ശരിയല്ല എന്ന് നമുക്ക് ഒരു രീതിയിൽ ആൻസർ എഴുതാം. ഇനി നിങ്ങൾക്ക് അതല്ല, ആരുമില്ലെങ്കിൽ നമ്മൾക്ക് പൂർ ഹൗസിൽ വിടുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ എഴുതാം. അപ്പം ഇത് ഞാനൊരു മോഡൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഫോർ എ ലിറ്റിൽ വൈൽ ദി മാൻ സ്റ്റുഡ് വിത്ത് എ പസിൽഡ് എയർ. Then he turned back and went into the hovel again. അപ്പോൾ കുറച്ചു നേരം ആ മനുഷ്യൻ ആശയക്കുഴപ്പത്തോടെ നിന്നു, പിന്നീട് തിരിച്ച് വീണ്ടും കുടിലിനുള്ളിലേക്ക് കയറി. Why does the man hesitate and then decide to go back? അപ്പോൾ ആദ്യം പോകാതെ നിന്നിട്ട് പിന്നീടാണ് ആ മനുഷ്യൻ അകത്തേക്ക് പോകുന്നത്. അപ്പം ആ മനുഷ്യൻ ആദ്യം എന്തുകൊണ്ട് മടിച്ചു നിന്നു, പിന്നീട് എന്തുകൊണ്ടാണ് തിരികെ പോയത്? What might have been his thoughts at that moment? അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരിക്കാം ഉണ്ടായിരുന്നത്? അപ്പോൾ ഉത്തരം പറയാം. The man hesitates because he feels sad for Maggie and does not want to leave her alone in that condition. അപ്പോൾ ആ മനുഷ്യൻ ഏതാണ്? ഇവിടുത്തെ ഈ മനുഷ്യൻ ജോ തോംസന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജോ തോംസൺ മാഗിയുടെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. He knows it is a cruel thing to leave a sick child by herself. അപ്പോൾ രോഗബാധിതയും നിസ്സഹായമായ ഒരു കുട്ടിയെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ക്രൂരമാണെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തോന്നി. His kind heart does not allow him to go away without doing something. അതായത് ഒന്നും ചെയ്യാതെ പോകുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. He may be thinking, അപ്പം അദ്ദേഹം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, poor child, she is so helpless. അതായത് ഈ പാവം കുട്ടിക്ക് കഷ്ടമുണ്ട്, അവളെ ആരാണ് നോക്കുക? Who will take care of her? അവളെ ആര് സംരക്ഷിക്കും? I cannot leave her like this. എനിക്ക് അവളെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. His compassion and sense of humanity make him turn back and go into the hovel again. അപ്പം ഈ ചിന്തയാണ് അദ്ദേഹത്തെ വീണ്ടും കുടിലിനുള്ളിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ഒരു പാർട്ടിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പം നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാണണം. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസിൽ കൂടെ അറിയിക്കാം. അപ്പം താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. താങ്ക് യു.